ഗായകൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയതിന് തെളിവില്ല. മാത്രമല്ല, വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. വേടനുമേൽ വനം വകുപ്പ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കില്ല. പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം. നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒന്നും ഉൾപ്പെടാത്ത ആളുമാണ്. ലഹരിയുടെ കാര്യം പറയുന്നുണ്ട്. അത് അതിനോടനുബന്ധിച്ച് നടത്തിയ അന്വേഷണമാണല്ലോ. പുലിപ്പല്ലാണ് എന്ന് തെളിയിക്കാനാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാകില്ല എന്നതും കണക്കിലെടുത്താണ് ജാമ്യം അനുവദിക്കുന്നത് എന്ന് കോടതി ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു. അതേസമയം ചെന്നൈയിൽ നിന്ന് ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് ഈ പുലിപ്പല്ല് മാല എന്നും അത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്നും പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഉപയോഗിക്കുന്നത് എന്നും ആണ് വേടൻ കോടതിയുടെ മുമ്പിൽ മൊഴി നൽകിയത്. ഈ സാഹചര്യത്തിൽ കോടതി ഉത്തരവ് വനം വകുപ്പിന് കടുത്ത തിരിച്ചടിയാണ്. ഉദ്യോഗസ്ഥ നടപടിക്ക് ഒരു നിർണായക സമയത്ത് സർക്കാർ ആകെ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന സാഹചര്യം. പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത് മാത്രമാണ് ഒരു ആശ്വാസം അവർക്കുള്ളത്. എന്നാൽ സമൂഹത്തിന് മുന്നിൽ ഈ നടപടി ദുഷ്പേരുണ്ടാക്കി.